NMMS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ ബേസിക് സയൻസിലെ മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തു അറിയപ്പെടുന്നത് റെഫറൻസ് ബോഡി അഥവാ അവലംബക വസ്തു എന്നാണ്. ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് റെഫറൻസ് ബോഡി. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്. Distance is the length of the path travelled. എന്താണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദി സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദി ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സ്ഥാനാന്തരം എന്താണ്? സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പരിണാമത്തോടൊപ്പം ദിശയും കൂടി സൂചിപ്പിച്ചാൽ മാത്രമാണ് അത് പൂർണ്ണമാകുന്നത്. അപ്പോൾ എന്താണ് സ്ഥാനാന്തരം? ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഏതു പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനത്തു നിന്നും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരമാണ് സ്ഥാനാന്തരം. ആദ്യ സ്ഥാനത്തു നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള ദൂരമാണ് സ്ഥാനാന്തരം. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദൂരവും സ്ഥാനാന്തരവും. എന്താണ് ദൂരം? സഞ്ചരിച്ച പാതയുടെ നീളം. ഡിസ്റ്റൻസ് ഈസ് ദി ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഇനി യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണ്? മീറ്റർ ആണ് യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ. ഈ സ്ഥാനാന്തരത്തിന് ദിശയുമുണ്ട് പരിണാമവുമുണ്ട്. സ്ഥാനാന്തരത്തിന് ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ദിശയുമുണ്ട് പരിമാണവും ഉണ്ട്. ദിശയും പരിമാണവും എന്തിനുണ്ട്? സ്ഥാനാന്തരത്തിന് ഉണ്ട്. നെക്സ്റ്റ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്കാലർ ക്വാണ്ടിറ്റീസ്. സദിശ അളവുകളും അദിശ അളവുകളും. എന്താണ് സദിശ അളവ്, എന്താണ് അദിശ അളവ് എന്ന് നോക്കാം. പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളാണ് സദിശ അളവുകൾ അഥവാ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളാണ് അദിശ അളവുകൾ അഥവാ സ്കാലർ ക്വാണ്ടിറ്റീസ്. While stating the displacement, it is necessary to indicate the direction along with the magnitude of the distance traveled. Such physical quantities having both magnitude and direction are referred to as vector quantities. Physical quantities of which the direction is not to be indicated are scalar quantities. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. സ്കാലർ ക്വാണ്ടിറ്റിയുടെയും വെക്റ്റർ ക്വാണ്ടിറ്റിയുടെയും എക്സാമ്പിൾ. സ്കാലർ ക്വാണ്ടിറ്റി സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. സദിശ അളവാണ് സ്ഥാനാന്തരം. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ദൂരം ഒരു അദിശ അളവാണ്. ദൂരം ഒരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി. ശ്രദ്ധിച്ച് പഠിക്കണം. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ദൂരം പറഞ്ഞു, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, സ്കാലർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും പറഞ്ഞു. നെക്സ്റ്റ്, when a body travels along a straight line in the same direction, the magnitude of its distance and displacement will be equal.
ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിൻ്റെ ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ തുല്യമായിരിക്കും. When a body travels along a straight line in the same direction, the magnitude of its distance and displacement will be equal. Speed is the distance traveled in unit time. എന്താണ് സ്പീഡ്? സ്പീഡ് അഥവാ വേഗം യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് സ്പീഡ് അഥവാ വേഗം. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. എന്താണ് വെലോസിറ്റി അഥവാ പ്രവേഗം? യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം അഥവാ വെലോസിറ്റി. സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. ഇപ്പം എന്തൊക്കെ പഠിച്ചു? ദൂരം, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്കാലർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി, സ്പീഡ്, വെലോസിറ്റി. നെക്സ്റ്റ്, നോട്ടിക്കൽ മൈൽ ഈസ് ദ യൂണിറ്റ് ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഏവിയേഷൻ ആൻഡ് സീ ട്രാൻസ്പോർട്ടേഷൻ. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. 1 nautical mile equal 1.852 kilometer. The unit for measuring the speed of aeroplanes and ships is knot. മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ് ഒരു നോട്ട്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? നോട്ട്. KNOT. നോട്ടാണ് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ്. 1 knot is the speed taken to travel 1 nautical mile in 1 hour. Next, if a body in motion covers equal distances in equal intervals of time, the body is said to have uniform speed. If it covers unequal distance in equal intervals of time, the body is said to have non-uniform speed. ഒരു വസ്തു സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രവേഗം സമപ്രവേഗമായിരിക്കും. എക്സാമ്പിൾ, പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ ചലനദിശയും വേഗവും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രവേഗം അസമപ്രവേഗമാണ്. ഉദാഹരണം, സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു നീങ്ങുന്ന ട്രെയിൻ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? സമപ്രവേഗവും അസമപ്രവേഗവും. യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, ദ ബോഡി ഈസ് സെറ്റ് ടു ഹാവ് യൂണിഫോം സ്പീഡ്. അതാണ് സമപ്രവേഗം. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളകളിൽ ഇരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രവേഗം സമപ്രവേഗം. ഇനി അടുത്തത് എന്താണ്? നോൺ യൂണിഫോം സ്പീഡ്. If it covers unequal distance in equal intervals of time, the body is said to have non-uniform speed. ഒരു വസ്തുവിൻ്റെ ചലനദിശയും വേഗവും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രവേഗമാണ് അസമപ്രവേഗം അഥവാ നോൺ യൂണിഫോം സ്പീഡ്. നെക്സ്റ്റ്, if the direction of motion changes, the velocity also changes. ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. വാഹനത്തിൻ്റെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ്? സ്പീഡോമീറ്റർ കാൽക്കുലേറ്റഡ് സ്പീഡ് ഓഫ് വെഹിക്കിൾസ്. ആവറേജ് സ്പീഡ് ഈക്വൽസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. ശരാശരി വേഗം കാണാനായിട്ട് സഞ്ചരിച്ച ആകെ ദൂരം ഡിവൈഡ് ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം. നെക്സ്റ്റ് വൺ, ആക്സലറേഷൻ അഥവാ ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ത്വരണം ഒരു സദിശ അളവാണ്.
Acceleration is the rate of change in velocity. Acceleration equal change in velocity divided by time. A equal v minus u divided by t. അതാണ് ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ. സം സിറ്റുവേഷൻസ് ആക്സിലറേഷൻ ഒക്കേഴ്സ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ത്വരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? തെങ്ങിൽ നിന്ന് താഴേക്കു പതിക്കുന്ന തേങ്ങയുടെ ചലനം. ദ മോഷൻ ഓഫ് എ കോക്കനട്ട് ഫോളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ. ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നത്. എ മൂവിങ് ബോൾ കമ്മിങ് ടു റെസ്റ്റ്. ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിൻ്റെ ചലനം. ദ മോഷൻ ഓഫ് എ ബോൾ റോളിംഗ് ഡൗൺ എ ഹിൽ. ഇതൊക്കെയാണ് ത്വരണമുണ്ടാകുന്ന സന്ദർഭങ്ങൾ. വിച്ച് ഈസ് ദി ഫാസ്റ്റസ്റ്റ് അനിമൽ? ചീറ്റ. ചീറ്റയാണ് ഫാസ്റ്റസ്റ്റ് അനിമൽ. The acceleration is negative, known as retardation or negative acceleration. എന്താണ് റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം? ത്വരണം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ മന്ദീകരണം അഥവാ റിട്ടാർഡേഷൻ അഥവാ നെഗറ്റീവ് ത്വരണം എന്ന് പറയുന്നു. റിട്ടാർഡേഷൻ്റെ യൂണിറ്റ്, മന്ദീകരണത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇത്രയാണ് മോഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ എന്തിനെയൊക്കെ കുറിച്ച് പറഞ്ഞു? ദൂരം, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, വെക്റ്റർ ക്വാണ്ടിറ്റി, സ്കാലർ ക്വാണ്ടിറ്റി പറഞ്ഞു, പിന്നെ വേഗവും പ്രവേഗവും, സ്പീഡ് ആൻഡ് വെലോസിറ്റി പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞത്? സമപ്രവേഗം, അസമപ്രവേഗം, സ്പീഡോമീറ്റർ, നോട്ടിക്കൽ മൈൽ, ദെൻ ആക്സലറേഷൻ അഥവാ ത്വരണം, മന്ദീകരണം അഥവാ റിട്ടാർഡേഷൻ. ഇത്രയുമാണ് മോഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പക്ഷേ ഇത് വളരെ കുറച്ചുള്ളൂ എങ്കിൽ കൂടി വളരെ നന്നായി തന്നെ മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.